MPC 004 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. അതിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ സൈക്കോളജി റിലേറ്റഡ് ടു അതർ ഡിസിപ്ലിൻസ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ സൈക്കോളജി നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സോഷ്യൽ സൈക്കോളജി. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇതെങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു അപ്ലൈഡ് ലെവൽ ഓഫ് സോഷ്യൽ സൈക്കോളജി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് തരുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പഠിക്കുന്നത് നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ കൺസെപ്റ്റും നേച്ചറും ആണ് പറയുന്നത്, സ്വഭാവവും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. അതുപോലെ സോഷ്യൽ സൈക്കോളജി റിലേറ്റഡ് ടു അതർ ഡിസിപ്ലിൻസ്, മറ്റുള്ള സയന്റിഫിക് ഫീൽഡുമായിട്ട് സോഷ്യൽ സൈക്കോളജി എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നാണ് ഈ ഒരു ഭാഗം നോക്കുന്നത്, ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് നോക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഉദ്ദേശം, ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നാണ് ഒബ്ജക്റ്റീവ് പറയുന്നത്. അതിൽ ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ള അതിന്റെ ഡെഫിനിഷൻ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതുപോലെ നേച്ചറും സ്കോപ്പും, സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചറും സ്കോപ്പും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി, മോഡേൺ സോഷ്യൽ സൈക്കോളജിന്റെ എമർജൻസും ഡെവലപ്മെന്റും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതുപോലെ അനലൈസ് ദ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഇൻ ദ ഫീൽഡ്, ഈ ഒരു ഫീൽഡിലെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അറിയാൻ കഴിയും നമുക്ക് ഈ ഒരു പാഠം പഠിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദ അതർ റിലേറ്റഡ് ഡിസിപ്ലിൻസ് സച്ച് ആസ് സോഷ്യോളജി, ആന്ത്രപ്പോളജി. അപ്പോൾ മറ്റുള്ള സയന്റിഫിക് ഡിസിപ്ലിൻസ് ഉണ്ടാവല്ലോ, സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, സയൻസ് മെത്തേഡ്സുമായിട്ട് മറ്റുള്ള ഫീൽഡുമായിട്ട് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഇതുകൊണ്ടുള്ള സാമ്യവും വ്യത്യാസവും എന്തൊക്കെയാണ് മറ്റുള്ള ഫീൽഡുകളുമായിട്ട് എന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ നോക്കുന്നത്. അതിലൊന്നാണ് സോഷ്യോളജി, ആന്ത്രപ്പോളജി. സോഷ്യോളജി നമുക്കറിയാം ഒരു സൊസൈറ്റിനെ കുറിച്ചുള്ള പഠനം നടക്കുന്നതാണ്. ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് കൾച്ചറാണ്, കൾച്ചറിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻട്രഡക്ഷൻ ആണ്. നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ ഓവറോൾ വ്യൂ ആണ് ഈ ഒരു ഇൻട്രഡക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ സോഷ്യൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പീപ്പിൾ തിങ്ക് അബൌട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് റിലേറ്റഡ് ടു അതേഴ്സ്. അപ്പോൾ മനുഷ്യന്മാർ ചുറ്റുള്ള ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. മനുഷ്യന്മാർ ചുറ്റുമുള്ള ആളുകളുമായിട്ട് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് കഴിയുന്നത്. ഒരാളുടെ ഇൻഫ്ലുവൻസ് മറ്റുള്ള ഒരാളിൽ റെഗുലറായിട്ട് ഉണ്ടാവും, റെഗുലറായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഒരാൾ മറ്റുള്ളവരാളെ സ്വാധീനിച്ചിട്ടാണ് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡിൽ ഈ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളായിട്ട് ഒന്നു ചേരുമ്പോൾ ഒന്നു ചേരുന്നത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ കൾച്ചറിലാണെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന അവിടെ നമ്മൾ ഒത്തുചേരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പരിപാടികളുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മളെ ഒരു
എന്താ പറയാ, നമ്മളിപ്പോ ഒരു കേരളത്തിൽ ഇത്ര ആളുകൾ, അതൊരു കൾച്ചറാണ്, കേരളത്തിന്റെ കൾച്ചർ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ, ഇതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒക്കെ എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പ്രവർത്തിക്കുന്നു എന്നാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. ഈ ഒരു സോഷ്യൽ സിറ്റുവേഷന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നത് എന്നാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അതുപോലെ അവരുടെ സ്വഭാവം എങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നും മറ്റുള്ള വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അതുപോലെ എങ്ങനെ ഇവരുടെ ഇവരുടെ പ്രവർത്തികളോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നും പഠിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഒരാള്, നമ്മൾ അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവര് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതിനുശേഷം നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഈ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിയറികൾ പഠിക്കാനുണ്ടെങ്കിലും ഇതൊരു സോഷ്യൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി പോലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ചിലപ്പോൾ കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സോഷ്യൽ സൈക്കോളജി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ എങ്ങനെ ഒരു ആളുകൾ മറ്റുള്ള ആളുകളെ പറ്റി ചിന്തിക്കുന്നു എന്നും എങ്ങനെയൊക്കെ ആളുകൾ സ്വാധീനിക്കപ്പെടുന്നു എന്നും അതുപോലെ ഒരാൾ എങ്ങനെ മറ്റൊരാളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നും ഒക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ സൈക്കോളജി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സോഷ്യോളജിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നുമാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ്. അതുപോലെ സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ നേച്ചർ ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബ്ലെൻഡിങ്ങിലാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ് പീപ്പിള് മറ്റ് സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ, സയന്റിഫിക് ആയാലും ടെക്നോളജിയിലായാലും ആളുകളുടെ ബിഹേവിയേഴ്സിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാം ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്ന കാലമാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെയാണ് സോഷ്യൽ ഉരുത്തിരിഞ്ഞു വന്നത്. നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്ങനെ ആളുകൾ ചിന്തിക്കുന്നു, ആളുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നിങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് തുടങ്ങിയത് നമ്മൾ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. സൈക്കോളജിയും സോഷ്യോളജിയും ചേർന്നിട്ടാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായത്. പിന്നെ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെ ആളുകൾ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി, പിന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അത് ഇപ്പോൾ 1-to-1 ഇന്ററാക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിട്ട് എങ്ങനെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് ഒരാളെ എടുത്ത് നമ്മൾ പഠനത്തിന് വിധേയമാക്കണം. അപ്പോൾ അയാളുടെ സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ നമ്മൾ ആദ്യം ആ ഒരാൾ മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആ ഒരു വ്യക്തി അയാളെ എങ്ങനെ സ്വാധീനിച്ചു എന്നും ഈ ഒരു വ്യക്തി അയാളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നോക്കും. പിന്നെ ഇയാളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിന്, ഒരു ഗ്രൂപ്പിൽ ഇയാൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ ഇയാളുടെ ഇന്ററാക്ഷൻ എങ്ങനെ, ഇയാളെ കണക്ഷൻ എങ്ങനെ, ഇയാളുടെ പ്രവൃത്തി, ആ ഗ്രൂപ്പിൽ ഇയാളുടെ പ്രസൻസ് എങ്ങനെയാണ്, അതുപോലെ ആ പ്രസൻസ് കൊണ്ട് ആ ഗ്രൂപ്പ് എങ്ങനെ, ഇയാളുടെ പ്രസൻസ് കൊണ്ട് ആ ഗ്രൂപ്പിന് എന്താണ് മാറ്റങ്ങൾ, അത് പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇപ്പോൾ ഇയാളുള്ള ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പും അവർ തമ്മിലുള്ള ഇന്ററാക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഈ രീതിയിലാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. ഇനി
Social psychologists use scientific method to understand how we see others, influence each other and communicate. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റൊരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുപോലെ പരസ്പരം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ അവർ ആൾസോ സ്റ്റഡി സോഷ്യൽ റിലേഷൻഷിപ്പും ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഗ്രൂപ്പ് ബിഹേവിയറും അവർ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സോഷ്യൽ സൈക്കോളജി എന്താണെന്നും അതിൻ്റെ സ്കോപ്പ് എന്താണെന്നും അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നും അതുപോലെ എങ്ങനെ നമ്മൾ മറ്റുള്ള ഈ ഒരു സോഷ്യൽ സൈക്കോളജി എങ്ങനെ മറ്റുള്ള ഫീൽഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സോഷ്യൽ സൈക്കോളജിന്റെ നേച്ചറും കൺസെപ്റ്റും ആണ്. ഇതിൽ അറിയുന്നത് ഒരു ക്രിയേഷൻ ഓഫ് ന്യൂ സയൻസ് ആണ്. ഒരു പുതിയ ഇതിന് രൂപം കൊടുത്തു. സോഷ്യൽ സൈക്കോളജി എന്നുള്ളതിന് ഒരു സയൻസ് ആയിട്ട് തന്നെ വന്നു. In the last century, technological development led to the creation of new science and specialized branches to address specific needs in education and knowledge. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് 19th century 20th century കാലഘട്ടത്തിൽ, ഇതിപ്പോൾ നമ്മൾ 21st century, അപ്പോൾ 20th centuryന്റെ ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേന് ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത് പുതിയ പുതിയ സയൻസ് ഫീൽഡുകൾ തിരിഞ്ഞു വരാനും എഡ്യൂക്കേഷനും അതുപോലെ അറിവുകളും നോളജൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു ഇടയായ സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് സോഷ്യൽ സൈക്കോളജി രൂപപ്പെടുന്നത്. എമർജൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ഇനി അതാണ് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി എമേർജ്ഡ് ഡ്യൂറിങ് സിഗ്നിഫിക്കൻറ്റ് ഗ്ലോബൽ ചേഞ്ച്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് ഈ ഒരു ഗ്ലോബൽ ചേഞ്ച് സമയത്താണ് സോഷ്യൽ സൈക്കോളജി എമേർജ് ചെയ്ത് വന്നത്. ഇറ്റ് കമ്പൈൻസ് ഇൻസൈറ്റ് ഫ്രം സൈക്കോളജി. ഇത് മറ്റുള്ള സൈക്കോളജിയുടെയും അതുപോലെ സോഷ്യൽ സൈക്കോളജിയുടെയും നേച്ചറും അതുപോലെ എന്താ പറയുക അതിൻ്റെ ഘടകങ്ങളും ഹ്യൂമൻ്റെ നേച്ചറും കൂടി ചേർന്നിട്ടാണ് ഇത് വന്നിട്ടുള്ളത്, സോഷ്യൽ സൈക്കോളജി വന്നിട്ട്. അപ്പോൾ സോഷ്യൽ സൈക്കോളജി ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പോൾ സോഷ്യൽ സൈക്കോളജി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയുമായിട്ട് ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. എങ്ങനെയാണ് ഒരാൾ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ എന്നാണ് നോക്കുന്നത്. ഹെൽപ്പിംഗ് us അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ബിഹേവ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് ഹൗ ദീസ് സിറ്റുവേഷൻസ് അഫക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് ആർ ചേഞ്ച്ഡ് ബൈ ദം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ റിസർച്ച് നടത്തുന്ന അല്ലെങ്കിൽ അതുവഴി നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഒറ്റക്കായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന്, സോഷ്യൽ സിറ്റുവേഷനിലായിരിക്കുമ്പോൾ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് വന്നു. സോഷ്യൽ സൈക്കോളജി പ്രൊവൈഡ്സ് പ്രാക്ടിക്കൽ അഡ്വൈസ് ഇൻ വേരിയസ് ഏരിയാസ് സച്ച് ആസ് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പബ്ലിക് സർവീസസ് ആൻഡ് സ്പോർട്സ്. ഇപ്പോൾ പല രീതിയിലും നമ്മുടെ സോഷ്യൽ സൈക്കോളജി ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് മാറി. അത് എവിടെയൊക്കെ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഹെൽത്ത് ഫീൽഡിലാണെങ്കിലും പബ്ലിക് സർവീസ് ഫീൽഡിലാണെങ്കിലും സ്പോർട്സ്, ഇങ്ങനത്തെ പല ഫീൽഡുകളിലും നമുക്കറിയാം ഇതൊക്കെ ഒരു സോഷ്യൽ ഫീൽഡ്സുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ ആളുകളെ എങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് നൽകാനും അതിലൊരു റിസർച്ച് നടത്താനൊക്കെ സോഷ്യൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്തു. ദിസ് മേക്സ് ഇറ്റ് ഹൈലി വാല്യുബിൾ ഫോർ എഫിഷ്യൻറ്റ് മാനേജ്മെന്റ് ആൻഡ് അഡ്രസ്സിങ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. ഇത് എന്താ വെച്ചാൽ ഈ രീതിയിലുള്ള ഫീൽഡുകളിലൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയാനും നോട്ടീസ് ചെയ്യാനൊക്കെ ഈ ഒരു സോഷ്യൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ടും 2 ഡെഫിനിഷൻ ഉണ്ട് ഈ ഒരു സോഷ്യൽ സൈക്കോളജിയെ ബേസ് ചെയ്തിട്ട്. ഒന്ന് ഫ്ലോയിഡ് അൽപോർട്ടിൻ്റെയാണ്, ഒന്ന്
മറ്റൊന്ന് ഗോൾഡൻ വി ആൽപോർട്ടിന്. അപ്പോൾ ഇത് രണ്ടും ആൽപോർട്ട് എന്നുള്ള നെയിം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഫ്ലോയിഡ് ആൽപോർട്ട് 1924 എന്താ പറഞ്ഞത്? സോഷ്യൽ സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് the experience and behavior of individual individuals in relation to other individuals, group and culture. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് സോഷ്യൽ സൈക്കോളജി എന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും എക്സ്പീരിയൻസും മറ്റുള്ള ഇൻഡിവിജ്വല് ഗ്രൂപ്പ്സ് കൾച്ചറുമായി എങ്ങനെയാണെന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് അഫോൾഡ് ആൽപോർട്ട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഗോർഡൻ വി ആൽപോർട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് അറ്റംപ്റ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ, ഇമാജിൻഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട്, ഫീലിങ്സ്, ബിഹേവിയർ എങ്ങനെ മറ്റുള്ളവരുടെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള പ്രസൻസിൽ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും എന്താണ് മാറ്റം എന്ന് വെച്ചാൽ, ഫ്ലോയിഡ് ആൽപോർട്ട് പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും എക്സ്പീരിയൻസും മറ്റുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൾച്ചറുമായിട്ട് എങ്ങനെയാണെന്നുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് ഫ്ലോയിഡ് ആൽപോർട്ടിന്റെ ഇതിൽ പറഞ്ഞത്. പക്ഷെ ഗോർഡൻ വി ആൽപോർട്ട് പറഞ്ഞത് എന്താ വെച്ചാല്, ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട്, ഒരു ആളുടെ ചിന്ത, അതുപോലെ വികാരങ്ങൾ, ഫീലിങ്സ്, ബിഹേവിയർ, സ്വഭാവം എന്നിങ്ങനെ ഉള്ളത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ള ഒരാളുടെ മറ്റുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിന്റെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള പ്രസൻസ്, അല്ലെങ്കിൽ അത് ശരിക്കും നമ്മുടെ മുമ്പിലുണ്ട്, അയാൾ ശരിക്കും നമ്മുടെ അടുത്തുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാണ്, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്തുണ്ട് എന്നൊരു ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരും. അതുപോലെ ഒരു ഇംപ്ലൈഡ് അയാൾ വരാനും വരാതിരിക്കാനും ഒരു സാധ്യതയുണ്ട്, നമ്മളെ കൺസെപ്റ്റിൽ അയാൾ അത് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഇത് ഉണ്ടായാൽ തന്നെ എങ്ങനെയാണ് അങ്ങനെ ആ രീതിയിലുള്ള പ്രസൻസ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മളെ ഒരാളെ വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുക എന്നുള്ളത് പഠനം നടത്തുന്ന ഒരു മേഖലയാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് പറയുന്നത്. ഈ ഒരു സയന്റിഫിക് അപ്രോച്ചിൽ ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ലവ്, ജലസി, അഗ്രഷൻ കൂടാതെ ഗ്രൂപ്പ് റോൾസ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണുള്ളത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് പഠിക്കുന്നത്. കെയർഫുൾ ഒബ്സർവേഷൻ, ആദ്യം നമ്മളൊരു കാര്യം കിട്ടുമ്പോൾ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യും. പിന്നെ ഫോമിങ് ജനറൽ പ്രിൻസിപ്പിൾ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊരു നിഗമനത്തിലെത്തും. ദെൻ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഒബ്സർവേഷൻ, ഇതിൽ സോഷ്യൽ സൈക്കോളജിയുടെ വേറെ ഒരു ക്വാളിറ്റി കൂടിയാണ്. നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യും, അത് പിന്നെ അതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഇതെങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടെ നടത്താൻ ഈ സോഷ്യൽ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. എക്സ്പീരിയൻസും ബിഹേവിയറും സ്റ്റഡി ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഇതിൽ പറയാം, സ്റ്റഡി ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതാണ് ലുക്ക് അറ്റ് ഹൗ മെന്റൽ സ്റ്റേറ്റ്സ് ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് ഇന്ററാക്ട് ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ. അപ്പോൾ മെന്റൽ സ്റ്റേറ്റ്സും സോഷ്യൽ സിറ്റുവേഷൻസും ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ മെന്റൽ സ്റ്റേറ്റും അതുപോലെ സോഷ്യൽ സിറ്റുവേഷനും ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ ഒരു ഭാഗത്ത് പഠനം നടക്കും. പിന്നെ അതുപോലെ ഒബ്സർവബിൾ ആക്ഷൻസും ഇന്റേണൽ എമോഷൻസും തോട്ട്സും ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാല്
ഇപ്പോൾ ഒബ്സർവർ ആക്ഷൻസ് നമുക്കറിയാം, ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. നമ്മൾ ഇപ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും, അയാൾ ചെയ്യുന്ന പുറമേ ഉള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെങ്കിൽ വേറൊരാൾക്ക് ഇയാളോട് ജലസി തോന്നുന്നുണ്ടെങ്കിൽ അത് ഇന്നർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോസസ്സ്, നമുക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ പഠിക്കുന്നത് ഈ ഒരു ഫീൽഡിൽ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സുകളും ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ബിഹേവിയറിന്റെയും തോട്ട്സിന്റെയും കോസസ് ആണ് ഇനി നോക്കുന്നത്. കോസസ് ഓഫ് ബിഹേവിയർ ആൻഡ് തോട്ട്സ്. ചില ഫാക്ടേഴ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ, നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത്, ലൈക്ക് മറ്റുള്ളവരുടെ പ്രവർത്തികള്, കോഗ്നിറ്റീവ് പ്രോസസ്സ്, ഫിസിക്കൽ എൻവയോൺമെന്റ്, കൾച്ചറൽ നോംസ്, ബയോളജിക്കൽ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ. അതാണ് പറയുന്നത്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്താണ്? സോഷ്യൽ ബിഹേവിയർ ആണ്. അപ്പോൾ സോഷ്യൽ ബിഹേവിയറിന്റെ കോസസ് മനസ്സിലാക്കുന്നത്, അതാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിന്തകളും ബിഹേവിയറും നമ്മുടെ ഫീലിങ്സിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്ന ഫാക്ടറും ഇതിൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകള്, നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഫീലിങ്സിനെ ഷെയർ ചെയ്യാൻ, നമ്മുടെ ചിന്തകളും ഫീലിങ്സും നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നും നമ്മൾ നോക്കുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജി നമ്മളെ സഹായിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് ഒരു ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ പെരുമാറ്റം ഒരു സാമൂഹികമായ ചുറ്റുപാടിലും സാംസ്കാരികമായ ചുറ്റുപാടിലും അവരുടെ ചിന്ത, ഫീലിങ്സ്, പെരുമാറ്റം തുടങ്ങിയവയിൽ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സോഷ്യൽ സൈക്കോളജി സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് others ഓൺ ഇൻഡിവിജ്വൽ. നമ്മൾ നേരത്തെ ആദ്യം ഇൻട്രഡക്ഷനിൽ പറഞ്ഞു 3 രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 1 on 1 ഇൻട്രാക്ഷന്, പിന്നെ ഗ്രൂപ്പ് ഇൻട്രാക്ഷന്, ദെൻ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് others ഓൺ ഇൻഡിവിജ്വൽ. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് മറ്റൊരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്നത്? അവർ ശരിക്കും അല്ലെങ്കിൽ ആക്ച്വലി പ്രസന്റ് ആണെങ്കിലും, ഇനി ഇമാജിൻഡ് ആണെങ്കിൽ പോലും, ഇനി ഇംപ്ലൈഡ് ആണെങ്കിലും, ഇതിലൊരു സോഷ്യൽ പെർസെപ്ഷന്, സോഷ്യൽ ഇൻട്രാക്ഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും, അതുപോലെ ട്രസ്റ്റ്, പവർ, പെർസെപ്ഷൻ എല്ലാം പഠന വിധേയമാക്കുന്നുണ്ട്. ഒരാളുടെ ചിന്തകളും എല്ലാം ഈ ഒരു സമയത്ത് മറ്റുള്ള ആളുകളുടെ പ്രസൻസിൽ എങ്ങനെയൊക്കെയാണ് ഒരാളുടെ എന്താന്ന് വെച്ചാൽ പെർസെപ്ഷനും, അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, ട്രസ്റ്റ്, പവർ, പെർസുവേഷൻ എല്ലാം നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ഈ ഒരു ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്. ഇതുപോലെ രണ്ടാമത്തെ ഒന്നാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ഗ്രൂപ്പ്സിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ആണ്. ഇത് നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് നാം നോക്കുന്നത്? ഒരു വ്യക്തിയുടെ പെർസെപ്ഷനും ബിഹേവിയറും ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതിലൊരു വർക്ക് പ്ലേസിലോ മറ്റുള്ള സാഹചര്യം, ഇപ്പൊ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ നമുക്കറിയാം വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നമ്മൾ ഒരു മെയിനായിട്ട് ഒരു പൊതുവെയുള്ള ഗ്രൂപ്പിൽ ഇതാക്കുന്ന പോലെ ആവില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലുള്ള പോലെ ആവില്ല ഫാമിലി ഗ്രൂപ്പിൽ. അങ്ങനെ പല മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഓരോ സിറ്റുവേഷനിലും അതിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ, ഒരു വർക്ക് പ്ലേസിലോ മറ്റുള്ള സാഹചര്യങ്ങളോ ഒരു ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി, ഡിസിഷൻ മേക്കിംഗ് ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന കൺഫേമിറ്റി, ഡൈവേഴ്സിറ്റി, ഡീവിയൻസ് എല്ലാം എല്ലാത്തിനും എന്താണ് റീസൺ എന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇത് പഠിക്കും. അപ്പോൾ ഒരാളുടെ സ്വാധീനം ആ ഗ്രൂപ്പിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതും പഠിക്കുന്നുണ്ട്. ഇനി ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ്സ് ആസ് എൻറ്റൈറ്റിൽസ്.
ഇതിൽ മെയിനായിട്ട് പഠനത്തിന് വിധേയമാക്കുന്നത് ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയറും ഒരുമയും ഈ ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. അപ്പൊ ഇതിൽ മെയിനായിട്ടും ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വല് ഉള്ള ആ ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതാണ് പഠനം നടത്തുന്നത്. ചില ഗ്രൂപ്പുകൾ മറ്റുള്ള ഗ്രൂപ്പുകളോട് ഉള്ളവരാകും. ചിലര് അവരെ തങ്ങളുടെ താഴെയായിട്ട് കാണും. ചില ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ കാണുമ്പോൾ താഴെയായി കാണും. ഇപ്പൊ നമ്മള് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിനെ താഴ്ന്നു കാണും. നമ്മളെക്കാളും മുകളിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും. അതൊക്കെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ആണ്. അപ്പോ ചിലര് അവരെ പിന്നെ ചിലര് ന്യൂട്രൽ ആയിട്ട് നമ്മൾ അതേ ലെവലിലുള്ളവരെ ആരെ കാണുമ്പോൾ നമ്മളും അവരും ഒരേ ന്യൂട്രൽ സ്വഭാവമായിരിക്കും. ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ സാധാരണ ബിഹേവിയറിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാവാം. ഇതൊക്കെ എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഗ്രൂപ്പിലെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതാണ് നിരീക്ഷിക്കുന്നത്. അല്ലാതെ പൊതുവെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഇതല്ല, ഇൻഡിവിജ്വൽ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്നുള്ളതാണ് നിരീക്ഷിക്കുന്നത്. ദെൻ ഇനി പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, ദ എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി. എന്തുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജി സ്പെഷ്യൽ ആകുന്നത്? അത് അറിയാൻ ഹിസ്റ്ററി തന്നെ അറിയണം. സോഷ്യൽ സൈക്കോളജി തുടക്കം കുറിച്ചത് മറ്റുള്ള സയൻസ് ഫീൽഡുകൾ പോലെ തന്നെയാണ്. ആദ്യം ഇതൊരു ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. പിന്നീട് അത് സൈക്കോളജിയായി മാറി. പിന്നെ സൈക്കോളജിയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നെ മാറി. ഇപ്പോ സോഷ്യൽ സൈക്കോളജി ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി ഉണ്ടാകുന്ന മുമ്പുള്ള കുറച്ച് തോട്ട്സ് ആണ് ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നത്. സോഷ്യൽ സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള തോട്ട്സ് മുതലാണ് നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഏർലി സോഷ്യൽ തോട്ട്സ് ആണ് പറയുന്നത്. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ഈ ഒരു സമയത്താണ് സൈക്കോളജി ഡെവലപ്മെന്റ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിലൊരു 7 പോയിന്റ്സ് ഉണ്ട്. സോഷ്യൽ തോട്ട് ബിഫോർ ദ അഡ്വെന്റ് ഓഫ് സോഷ്യൽ സയൻസ്, ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, അത് സോഷ്യൽ സൈക്കോളജി എമർജസ് ആസ് ഡിസിപ്ലിൻ, പീപ്പിൾ സൈക്കോളജി, മാസ് സൈക്കോളജി, ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സോഷ്യൽ സൈക്കോളജി, ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്, മിഡിൽ റേഞ്ച് തിയറീസ്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് സോഷ്യൽ തോട്ട്സ് ബിഫോർ ദ അഡ്വെന്റ് ഓഫ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സോഷ്യൽ സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള സോഷ്യൽ തോട്ട് എന്താണെന്നാണ്. അപ്പൊ ഇതിൽ 2 മെയിൻ ടൈപ്സ് കാര്യങ്ങളാണ് പറയുന്നത്. ഏർലി സോഷ്യൽ തോട്ട്സ് 2 രീതിയിലാണുള്ളത്. ഒന്ന് പ്ലാറ്റോണിക് തോട്ടും മറ്റൊന്ന് അരിസ്റ്റോട്ടിലിയൻ തോട്ട്സും ആണ്. അപ്പോ ഇൻഡിവിജ്വല് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻഡിവിജ്വല് പഠിച്ചെടുത്ത കാര്യങ്ങൾ അയാൾക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് കൂടുതൽ പഠനങ്ങൾ വഴി. ഇതെന്താ വെച്ചാല് ഒരു ഇൻഡിവിജ്വല് അയാളുടെ ഉള്ളിലുള്ള അയാളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളെയാണ് ഓരോ സമയത്തും ഇങ്ങനെ ആവശ്യ സമയത്ത് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറയണം. അപ്പൊ കൂടുതൽ അയാളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് ട്രൂലി സോഷ്യൽ ആവുന്നതെന്നാണ് ഈ ഒരു പ്ലാറ്റോണിക് തോട്ട് പറയുന്നത്. അരിസ്റ്റോട്ടിലിയൻ തോട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ നാച്ചുറലി സോഷ്യലാണ്. ഹ്യൂമൻ എന്ന് പറയുന്നത് നാച്ചുറലി സോഷ്യലാണ് എന്നാണ് വിശ്വസിച്ചത്. ഇത് വഴിയാണ് ആളുകൾ റിലേഷൻഷിപ്പ്, ഫാമിലീസ്, ട്രൈബ്സ് ഒക്കെ ആയി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള, കാരണം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നാച്ചുറലി സോഷ്യൽ ആയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ
അപ്പോൾ ഈ സോഷ്യൽ കൺസെപ്റ്റിലായ സമയത്ത് എന്താന്ന് വെച്ചാൽ ആ ഒരു സോഷ്യൽ സിറ്റുവേഷനനുസരിച്ചിട്ടാണ് ഈ ഒരു മനുഷ്യന്റെ ബിഹേവിയർ വരുന്നത്, അല്ലാതെ അയാളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള സംഭവം അല്ല എന്നാണ് അരിസ്റ്റോട്ടീലിയൻ തോട്ട് പറയുന്നത്. അങ്ങനെയാണ് ഫാമിലി റിലേഷൻഷിപ്പും ഈ ഒരു ട്രൈബ്സും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മോഡേൺ കാലഘട്ടമായപ്പോൾ രണ്ട് അപ്രോച്ചായിട്ട് മാറി. ഇത് രണ്ട് അപ്രോച്ചസ് ആയിട്ട് മാറി. ഒന്ന് സോഷ്യോ സെൻറ്റേർഡ് അപ്രോച്ചും മറ്റൊന്ന് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് അപ്രോച്ചും. ഇത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ്സ് പോലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെയും എക്സ്പീരിയൻസിനെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യൽ സിറ്റുവേഷൻ ആണ് ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് സോഷ്യൽ സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ ആക്ഷൻസും പ്രോസസ്സും എങ്ങനെ സോഷ്യൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നടക്കുന്നത് എന്നാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ. ഒന്ന് സോഷ്യൽ സെൻറ്റേർഡ് അപ്രോച്ച്, പിന്നെ ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് അപ്രോച്ച്. സോഷ്യലാണ് മെയിൻ, ഇൻഡിവിജ്വൽ ആണ് മെയിൻ. ഇനി ഇതിൽ കുറച്ച് ഫിലോസഫേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാ മെയിനായിട്ടും ഹിഗലിന്റെ തോട്ട്സ് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ സോഷ്യൽ സൈക്കോളജിയിൽ ഇൻഡിവിജ്വലിസം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡിവിജ്വലിസത്തിന്റെ രണ്ട് ഫോംസ് പറയുന്നുണ്ട്, ഹെഡോണിസവും യൂട്ടിലിറ്റേറിയനിസവും. അപ്പൊ ഹെഡോണിസം എന്ന് പറയുന്നത് പീപ്പിൾ ആക്ട് ടു ഗെയിൻ പ്ലഷർ ആൻഡ് അവോയ്ഡ് പെയിൻ. അപ്പോൾ ഹെഡോണിസത്തിലെ ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ, പെയിന് റിലീഫ് ചെയ്ത് സന്തോഷം ഉണ്ടാക്കാനാണെന്ന് പറയുന്നത്. എന്നാൽ യൂട്ടിലിറ്റേറിയനിസത്തിൽ പറയുന്നത് ഇതിൽ അഡ്വക്കേറ്റ്സ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കും. അപ്പോൾ അതാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും. ഹെഡോണിസത്തിൽ വെറും അവര് ഹാപ്പിനെസ്, സെൽഫായിട്ടുള്ള ഹാപ്പിനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റേറിയനിസത്തിൽ പറയുന്നത് മറ്റുള്ളവർക്ക് ഹെൽപ്പും നമുക്ക് ഹെൽപ്പുള്ള കാര്യങ്ങളാണ്. നമുക്കും ബെനിഫിറ്റ് ഉണ്ട്, അവർക്കും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യും അതുവഴി ഹാപ്പിനെസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി മോഡേൺ തിയറീസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താ ഇതിൽ വരുന്നത് വെച്ചാൽ കണ്ടീഷനിങ് തിയറിയും മോട്ടിവേഷൻ തിയറിയും മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടീഷനിങ് തിയറി നമുക്കറിയാം, മോട്ടിവേഷൻ തിയറി അറിയാം. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ പവർ ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ പവർ എന്താണ്? ഇപ്പോൾ മെച്ച്വെല്ലിയുടെയും ഹോബിന്റെയും ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിന്റെയും റോൾ ഓഫ് പവർ ആണ്. ഇപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന അവരുടെ എന്താ പറയാ ചില സമയങ്ങളിൽ ചില ആളുകളുടെ പവേഴ്സ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ പവർ സ്റ്റഡി ചെയ്യുന്നത് അഗ്രഷൻ, കൺഫോമിറ്റി, ഒബീഡിയൻസ് തുടങ്ങിയവയാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ പവർ സ്റ്റഡി ചെയ്യുന്നത് അഗ്രഷന്, കൺഫോമിറ്റി, ഒബീഡിയൻസ് തുടങ്ങിയവയാണ് പറയുന്നത്. ദെൻ മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് നോക്കുന്നത്. 19th സെഞ്ചുറിയിലെ എവല്യൂഷൻ തിയറി സോഷ്യോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പരിണാമ സിദ്ധാന്തങ്ങൾ. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സോഷ്യൽ സൈക്കോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, മറ്റുള്ള ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സെക്കൻഡ് സ്റ്റേജ് ആണ്. The second stage of development, social psychology emerges as a discipline. സോഷ്യൽ സൈക്കോളജി ഒരു ഡിസിപ്ലിൻ ആയിട്ട് എമേർജ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ്. സോഷ്യൽ സൈക്കോളജിയിൽ നിന്ന് സെപ്പറേറ്റ് ഫോമായി വന്നപ്പോൾ
ത്രീ കീ മൊമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നീഡ് ടു സോൾവ് സോഷ്യോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഇത് എന്താന്ന് വെച്ചാൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത പ്രോബ്ലങ്ങൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ആവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി സോഷ്യൽ സൈക്കോളജി രൂപം കൊണ്ടു. പിന്നെ രണ്ട്, സെപ്പറേഷൻ ഫ്രം പാരന്റ് ഡിസിപ്ലിൻസ്. അപ്പോൾ സോഷ്യൽ സൈക്കോളജി മറ്റൊരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയതിന് കാരണം സൈക്കോളജിയും സോഷ്യോളജിയും പഠിക്കുന്നതല്ല, സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അപ്പോൾ ഇതും സൈക്കോളജിയുടെ രൂപീകരണത്തിന് കാരണമായി. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട് പീപ്പിൾ സൈക്കോളജി, മാസ് സൈക്കോളജി, തിയറി ഓഫ് ഇൻസ്റ്റിങ്സ് ഓഫ് ബിഹേവിയർ. അപ്പോൾ പീപ്പിൾ സൈക്കോളജി എന്ന് പറയുന്നത് മിഡിൽ ഓഫ് 19th സെഞ്ചുറിയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് പീപ്പിൾ സൈക്കോളജിയാണ്. അപ്പോൾ മിഡിൽ ഓഫ് 19th സെഞ്ചുറി ഇൻ ജർമ്മനി പീപ്പിൾ സൈക്കോളജിയുടെ ഒരു മേജർ സോഷ്യോ സൈക്കോളജിക്കൽ തിയറിയായി മാറി. അപ്പോൾ ഈ പീപ്പിൾ സൈക്കോളജി ഒരു സോഷ്യൽ സൈക്കോളജിന്റെ ഒരു മേജർ തിയറി ആയിട്ട് മാറിയത് 19th സെഞ്ചുറിയിലാണ്. മിഡിൽ ഓഫ് 19th സെഞ്ചുറി ഇൻ ജർമ്മനിയിലാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് മൊറിറ്റ് ലസാരസും പിന്നെ ഹൈമൻ സ്റ്റീന്തലും ആയിരുന്നതാണ്. തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു. പീപ്പിൾ സൈക്കോളജി ആൻഡ് ലിംഗ്വിസ്റ്റിക് എന്ന ജേണലിൽ നിന്നാണ് ഈ ഒരു സംഭവം കിട്ടിയിരുന്നത്. 1859 ഇവർ ഈ ഒരു ജേണൽ വഴിയാണ് ഈ ഒരു നമ്മൾ ഹിസ്റ്ററിയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേണലിൽ നിന്നാണ് ഇവർ ഇങ്ങനെയാണ് കൺസെപ്റ്റ് ചെയ്തതെന്നുള്ളത് പിന്നീട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവരുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് കളക്റ്റീവ് സ്പിരിറ്റ് ആയിരുന്നു. സ്പിരിറ്റ് പറഞ്ഞ ഒരു ആത്മീയമായിട്ടുള്ള പഠനം. അതാണ് ആളുകളിലും കലകളിലും റിലീജിയൻസിലും ഭാഷകളിലും മിത്തിലും എല്ലാം കാണുന്ന സ്പിരിറ്റാണ് അവർ ഫോക്കസ് ചെയ്തത്. എന്താ വെച്ചാൽ ഈ ഉള്ളിലുള്ളൊരു ഒരു ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയില്ല, അതിലെന്തോ ഒരു പവർ ഉണ്ട്. അങ്ങനെ മിത്തായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്തത്. അവർ വിശ്വസിച്ചത് വ്യക്തികളുടെ കോൺഷ്യസ്നെസ് കളക്റ്റീവ് സ്പിരിറ്റിന്റെ പ്രോഡക്റ്റ് ആണെന്നാണ്. അതിന്റെ ഭാഗം ഈ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഇതൊക്കെ പറയുന്നത് ഈ ഒരു സ്പിരിറ്റിന്റെ ഭാഗം ആണെന്നാണ് അവർ വിശ്വസിച്ചത്. ഇനി വില്യം വൂണ്ടിറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വില്യം വൂണ്ടിറ്റ് കുറച്ച് ഈ ഒരു സോഷ്യൽ സൈക്കോളജി, ഈ ഒരു പീപ്പിൾ സൈക്കോളജിയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. പിന്നെ അദ്ദേഹം ഈ ഒരു സൈക്കോളജിയെ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് സൈക്കോളജിക്കൽ സൈക്കോളജി, അതുപോലെ പീപ്പിൾ സൈക്കോളജി, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. ഇതിൽ ബേസിക് മെന്റൽ പ്രോസസ്സിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഉണ്ടായത്. ബേസിക് ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സ്, കോഗ്നിറ്റീവ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ പീപ്പിൾ സൈക്കോളജിയിൽ തിങ്കിങ്, ലാംഗ്വേജ് പോലെയുള്ള ഹയർ മെന്റൽ പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു നോൺ എക്സ്പെരിമെന്റൽ മെത്തേഡിലുള്ള പഠനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സൈക്കോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി ആയിരുന്നു. അതുപോലെ പീപ്പിൾ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു നോൺ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സിനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനെ കുറിച്ചുള്ള പഠനമായിരുന്നു. ഇനി ഈ ഒരു ഊണ്ടിറ്റിന്റെ ഈ ഒരു സംഭവത്തെ വൈഗോസ്കി ക്രിട്ടിസൈസ് ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്ന കണ്ടുപിടുത്തത്തിൽ പറഞ്ഞു, വൈഗോസ്കി ക്രിട്ടിസൈസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ വില്യം ഊണ്ടിറ്റിന്റെ ഈ ഒരു അപ്രോച്ചിനെ അദ്ദേഹം കണ്ടത്, അദ്ദേഹം ഇതിനെ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് സൊല്യൂഷനാണ്. മെയിനായിട്ടും സൈക്കോളജിക്ക് വേണ്ടത് സൊല്യൂഷനാണ്, അല്ലാതെ ലാംഗ്വേജ്, മിത്ത്, കസ്റ്റം പോലുള്ള ക്രിസ്റ്റൽ ഐഡിയോളജികളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈഗോസ്കി വിശ്വസിച്ച് എന്താന്ന് വെച്ചാൽ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കേണ്ടത് കൾച്ചറും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലും അതുപോലെ ഇൻഡിവിജ്വലിന്റെ മെന്റാലിറ്റിയിൽ എങ്ങനെയൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത് എന്നാണ് വൈഗോസ്കി പറഞ്ഞത്.
അപ്പോൾ ഹയർ മെന്റൽ ഫങ്ഷൻസ് ആയിട്ടുള്ള മെമ്മറി, അറ്റൻഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ് ഇവയെല്ലാം വരുന്നത് സോഷ്യൽ കണ്ടീഷൻ വഴിയാണ്. അല്ലാതെ വെറും ഒരു ബ്രെയിൻ ത്രൂ മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ. സോഷ്യൽ സൈക്കോളജി പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മെന്റൽ പ്രോസസ്സിൽ ഉള്ള സോഷ്യലും കൾച്ചറൽ ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ആയിരിക്കണം, അല്ലാതെ ഇങ്ങനെ മിത്ത് കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞത്. ഇത് തീർച്ചയായും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഇൻഡിവിജ്വലിന്റെയും സോഷ്യലിന്റെയും കളക്റ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയാണ്. ഇപ്പോൾ നമുക്കറിയാം ആർമി, ചേർച്ച് പോലെയുള്ള സോഷ്യൽ സിറ്റുവേഷനിലുള്ള ആളുകളുടെ ബിഹേവിയർ ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ കൾച്ചറും ഇപ്പോൾ ആർമിയിലുള്ള ആളുകൾ ആ ഒരു ഡിസിപ്ലിൻ ആയിരിക്കും ഫോളോ ചെയ്യുക, ചേർച്ചിലുള്ളവർ ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഒരു സ്കൂളിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ സ്കൂളിലുള്ള കുട്ടികളെ ആ ഒരു രീതി അല്ല അടുത്ത സ്കൂളിലുള്ള കുട്ടികളുടെ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, അവർ വളർന്ന സാഹചര്യത്തെ അനുസരിച്ച് അവരിലെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. ഇനി മാസ് സൈക്കോളജിയാണ് പറയുന്നത്. മാസ് സൈക്കോളജി എന്നുള്ള നമുക്കറിയാം വലിയൊരു ബിഗ് സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് മാസ് സൈക്കോളജി എന്ന് പറയുന്നത്. മാസ് സൈക്കോളജി എമേർജ് ചെയ്തത് ഫ്രാൻസിലാണ്. 19th സെഞ്ചുറിയുടെ ഒരു അവസാനത്തിലാണ് ഇത് എമേർജ് ചെയ്തത്. ഇത് പ്രധാനമായിട്ട് പഠിക്കുന്നത് വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലാണ്, വലിയൊരു ശതമാനം ആളുകളിലാണ്. പിന്നെ വലിയൊരു ഗ്രൂപ്പിലാകുമ്പോൾ പീപ്പിൾ അവരുടെ എന്താ വെച്ചാൽ ഇൻഡിവിജ്വാലിറ്റി ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇമോഷൻസ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ലെസ് റെസ്പോൺസിബിൾ ആകും. ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പിന്റെ ഭാഗമായാലും ഒരു കുറച്ച് പേർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ നോക്കും, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു തിയറിയിൽ ബിഗ് സോഷ്യൽ ചേഞ്ചസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഒരു വലിയൊരു കൂട്ട സമൂഹത്തിനെടുക്കും, ഒരു ഇന്ത്യയിലെ മൊത്തം ആളുകളെ കുറിച്ച് പഠിക്കുന്നത് ഒരു മാസ് സൈക്കോളജിയാണ്. അതന്നെ അമേരിക്കയിലെ മൊത്തം ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു മാസ് സൈക്കോളജിയാണ്. അപ്പൊ ഒരു ബിഗ് സോഷ്യൽ ചേഞ്ചസ് ആണ് അതിൽ പഠിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, അതൊരു ഗ്രൂപ്പിന്റെ ബിഹേവിയറിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പഠിക്കണം, ആ രീതിയിലൊക്കെ. പിന്നെ മാസ് സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട, ആവശ്യമില്ലാത്തൊന്നും പഠിക്കില്ല. ഇപ്പൊ നമുക്ക് കോവിഡ് വന്ന് ആഫ്റ്റർ കോവിഡ് എന്താണ് ആളുകളുടെ ബിഹേവിയറിൽ എന്ത് മാറ്റം വന്നു എന്നൊക്കെ പഠിക്കുകയാണ്. അതൊരു വലിയ പഠനമാണ്. പിന്നെ ഇതിന് എന്താ വെച്ചാല് ഈ ഒരു അക്കാദമിക് സൈക്കോളജി ഇതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, മാസ് സൈക്കോളജി എന്നാ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മാസ് സൈക്കോളജി എന്ന് പറഞ്ഞത് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ലാർജ് ഗ്രൂപ്പ്സ് ആണ്, ഒരു ലാർജ് ഗ്രൂപ്പിന്റെ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ് ഇനി പറയുന്നത്. 1908 സോഷ്യൽ സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നത്. ഇതിന് 2 ബുക്കുകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് ആൻ ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള വില്യം മെക്ഡൊഗാളിന്റെ ഒരു ബുക്ക്, അതുപോലെ രണ്ടാമത്തെ ബുക്ക് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള എഡ്വാർഡിൻ എ റോസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കും. ഇതെന്ന് പറഞ്ഞത് 1908 ഈ 2 ബുക്കുകൾ വന്നതെങ്കിലും ഇതിനു മുമ്പ് 1897 ജെയിംസ് മാർക്ക് ബാൾവിന്റെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്ക് തന്നെയാണ്. ഇനി ഈ ഒരു ഒതേഴ്സിന്റെ അവർ നൽകിയ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. E.A. റോസ് പറഞ്ഞത് എന്താ വെച്ചാല്, സോഷ്യൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ഫീലിങ്സിന്റെയും ബിലീഫിന്റെയും ആക്ഷൻസും ഒരു യൂണിഫോം പാറ്റേണിലാണ് അദ്ദേഹം വിഷയം. അപ്പൊ ഇത് എല്ലാം സോഷ്യൽ സൈക്കോളജി എല്ലാം ചെയ്യുന്നത് ഒരു യൂണിഫോം പാറ്റേണിലാണെന്നാ പറഞ്ഞത്. അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻഡിവിജ്വലിന്റെ ഇമിറ്റേഷന് സജസ്റ്റനാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ ഫാദേഴ്സിന്റെ മദേഴ്സിന്റെ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു യൂണിഫോം വേലാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വില്യം മെക്ഡൊഗാൾ പറഞ്ഞത്
അദ്ദേഹം പറഞ്ഞത് ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് സോഷ്യൽ ബിഹേവിയർ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഒരാളുടെ ഉള്ളിലുള്ള ഓൾറെഡി ഉള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ് സോഷ്യൽ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഇമിറ്റേഷനും സജഷനും ബയോളജിക്കൽ ടെൻഡൻസീസ് ആണെന്നാണ് പറയുന്നത്. അത് ഒരു ഒരു ഫാദർ മദർ അവരുടെ കയ്യിൽ നിന്ന് അവര് ആ രീതിയിലുള്ള ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവരുടെ സോഷ്യൽ ബിഹേവിയർ എന്നാ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇമിറ്റേഷൻ, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നതും സജഷനൊക്കെ നൽകുന്നത് അവരുടെ എന്താ ഫാദേഴ്സിന്റെ മദേഴ്സിന്റെയും ജനറ്റിക്കലായിട്ട് കിട്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ഒരു പ്രധാന ഘടകമായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇമ്പാക്റ്റ് ഓഫ് ഡൊഗാൾസ് ഐഡിയാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയകൾ ഇമ്പാക്ട് ചെയ്തത് സോഷ്യൽ സൈക്കോളജി എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ പോപ്പുലാരിറ്റി ലഭിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു ആശയം വളരെ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ആശയമായിരുന്നെങ്കിൽ പോലും മനുഷ്യന്റെ താല്പര്യങ്ങൾക്കും ചിന്താ പ്രക്രിയകൾക്കും ഊന്നൽ നൽകുന്നതിന് പകരം അദ്ദേഹം അൺകോൺഷ്യസ് മോട്ടീവ്സും അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. അതിനാൽ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലഭിച്ചത്. നേരെ മറിച്ച് അദ്ദേഹം ഇതിനെ ഒരു എന്താ പറയാ മനുഷ്യന്റെ കോഗ്നിറ്റീവ് പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊന്നും കൂടെ ഇത് കിട്ടിയിരുന്നു എന്നാണ് പറയുക, പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സയന്റിഫിക് സോഷ്യൽ സൈക്കോളജി എസ്റ്റാബ്ലിഷ്ഡ് ആവാന് ഒരു നാഴികക്കല്ലാവാന് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോൾ മാത്രമാണ് കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് തിയറി കൊണ്ട് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സോഷ്യൽ സൈക്കോളജിയുടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പഠനം അവിടെ സാധ്യമായിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മള് ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.